അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നൽകുന്ന സംഭാവനകളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അത് കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മയെയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബങ്ങളെയും മറ്റുള്ള നാടുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുവര്യന്മാർ, സാദാത്യങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രത്യേകിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസേന നിർവഹിക്കുന്ന നിസ്കാരം, അതിലൊരുപാട് നിസ്കാരങ്ങൾ വരാറുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളും അതുപോലെ ഫർള് നിസ്കാരങ്ങളും. ഇതൊക്കെ നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള ഒരു കാരണമാണെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സുജൂദിനെ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളുടെ വിശദീകരണത്തിൽ കാണാം, നിസ്കാരത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിസ്കാരം വർദ്ധിപ്പിക്കുക അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഫർള് നിസ്കാരം നമ്മൾ അള്ളാഹുവിന് നിർബന്ധമായി ചെയ്തു തീർക്കേണ്ട സംഗതിയാകുമ്പോൾ, എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾ അങ്ങനെയല്ല, അത് നമുക്ക് നിർബന്ധമില്ലാത്ത സംഗതിയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് അടുക്കുക, സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് നിസ്കാരങ്ങളൊക്കെ. അതിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങൾ അള്ളാഹു തആല തുറന്നു തരും. നിങ്ങൾക്കറിയുമ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സേവകനായി പാവപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, മഹാനായ റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു. ആ റബീഅത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ കാണാം, പഴയ കാലത്തിൽ അഥവാ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ ഒരു തിണ്ണയുണ്ടായിരുന്നു. ആ തിണ്ണയിൽ സുഫത്തിന്റെ ആളുകൾ എന്നാണ് അവിടെ പറയുക. ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന ഒരു തിണ്ണയായിരുന്നു അത്. അവിടെ വരുമ്പോൾ പാവങ്ങളായ ആളുകൾക്ക് സമ്പന്നരായ ആളുകൾ ഭക്ഷണം നൽകും, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവർക്ക് ഭക്ഷണങ്ങൾ നൽകും, സാമ്പത്തിക സഹായം നൽകും. പാവപ്പെട്ടവരായിരുന്നു. അങ്ങനെ ഒട്ടനവധി, അതിൽപ്പെട്ട ഒരു പ്രമുഖനായ ഹദീസ് പണ്ഡിതനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ മഹാനായ റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു. ആ റബീഅത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്ന് ഇൽമു പഠിക്കൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ജോലി ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അന്തി ഉറങ്ങും, രാപ്പാർക്കും, രാത്രിയിൽ കിടന്നുറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശുദ്ധീകരിക്കാനും അതുപോലെ വുളൂഇനുള്ള വെള്ളവുമൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഇങ്ങനെ ഖിദ്മത്തിൽ കഴിയുന്ന ഒരു സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു, സഹാബിയായിരുന്നു മഹാനായ റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു പ്രാവശ്യം വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റബീഅത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട്, സൽ റബീഅ, നീ ചോദിക്കൂ, നിനക്ക് എന്താ ആവശ്യമുള്ളത് ചോദിച്ചോ. നല്ലൊരു അവസരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ചോദിക്കുക റബീഅ, എന്താ ആവശ്യമുള്ളത് ചോദിച്ചോ. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് എന്താണ്, മറ്റു ഭൗതികമായ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ചോദിച്ചത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് സീറ്റ് വേണം, ഒരു കൂട്ട്, നബിയോടൊപ്പം എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടണം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്തിനോട് പറഞ്ഞു, റബീഅ വേറെ ഒന്നുമില്ലേ ചോദിക്കാൻ, റബീഅ അതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു നബിയോട് പറയും, ഹുവ ദാക, നബിയെ അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. ആ സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം, സ്വർഗ്ഗമല്ല ചോദിച്ചത്, നബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടണം. ആ സ്വർഗ്ഗത്തെയാണ് റബീഅത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് നബിയോട് പറഞ്ഞത്. വേറൊന്നും ചോദിക്കാൻ ലഭിച്ചപ്പോൾ അതന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, റബീഅത്ത് റളിയല്ലാഹുവിനോട് സ്വർഗ്ഗം തരാന്നുണ്ട്, ഉറപ്പുണ്ട്, കൊടുത്തിക്കല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു റബീഅത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട്, ഫഅഇനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, റബീഅ സുജൂദിനെ വർദ്ധിപ്പിക്കണം, സുജൂദിനെ വർദ്ധിപ്പിച്ചിട്ട് എന്നെ സഹായിക്കണം. എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൂട്ട്, ഒരു സീറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം, നീ എനിക്ക് എന്നെ സഹായിക്കണം ആ വിഷയത്തിൽ. എങ്ങനെയാണ് ആ സഹായം? നിസ്കാരത്തെ വർദ്ധിപ്പിച്ച് സുജൂദിനെ വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യണം, എന്നെ നീ സഹായിക്കണമെന്ന്
നബിയോടൊപ്പം താമസിച്ച റബീഅത്ത് റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ധാരാളം നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുക. സുജൂദ് വർദ്ധിപ്പിക്കലോടുകൂടെ, നിസ്കാരം വർദ്ധിപ്പിക്കലോടുകൂടെ സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നന്മകളൊക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.